ഗാസ ഇനി രക്ഷപ്പെടുമെന്നാണ് തോന്നുന്നത്. ഇസ്രായേലിന്റെ മുഴുവൻ സൈനിക ശക്തി ഉപയോഗിച്ച് അതിരൂക്ഷമായ ആക്രമണമാണ് ഗാസയിൽ നടത്തിയത്. നമുക്കറിയാം, ആക്രമണം നടത്തി പതിനായിരക്കണക്കിന് മനുഷ്യർ, കുട്ടികളും സ്ത്രീകളും അടക്കം കൊല്ലപ്പെട്ടു. ലക്ഷക്കണക്കിന് മനുഷ്യർ വീട് വിട്ട് ഓടിപ്പോയി. വലിയ നാശങ്ങൾ ഗാസയിലുണ്ടായി. പക്ഷെ ട്രംപ് വന്നപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി. ട്രംപ് പറഞ്ഞു, ഗാസ നമുക്ക് പിടിച്ചെടുക്കാം. അങ്ങനെയാണല്ലോ പുള്ളിയുടെ ഒരു നിലപാട്. ഇസ്രായേൽ അമേരിക്ക തന്നെ ഗാസ ഇടപെട്ട് പിടിച്ചെടുക്കും, സമാധാനം ഉണ്ടാക്കാൻ. അമേരിക്ക ഇടപെട്ടെടുത്തൊക്കെ സമാധാനം ഉണ്ട്. അഫ്ഗാനിസ്ഥാനിലൊക്കെ നല്ല സമാധാനം നിൽക്കുകയാണ്, അത് നമുക്ക് മനസ്സിലായി. അമേരിക്ക ഇടപെട്ട് എവിടെയെങ്കിലും ബാക്കി സമാധാനം ഉണ്ടായിട്ടോ എന്ന് നമുക്ക് ലോകത്തിൽ അറിയില്ല. എന്തായാലും ഗാസയിൽ അദ്ദേഹം സമാധാനം ഉണ്ടാക്കുമെന്ന് തീരുമാനിച്ചു. ആ തീരുമാനം ഒരു നിലയ്ക്ക് നന്നായി. അത് കഴിഞ്ഞപ്പോഴാണ് ചിലർക്കൊക്കെ നേരം വെളുത്തത്. സൗദി അറേബ്യയ്ക്കും മറ്റു രാജ്യങ്ങൾക്കും നേരം വെളുത്തത് അപ്പോഴാണ്. അങ്ങനെ അമേരിക്ക അവിടെ സമാധാനം ഉണ്ടാക്കാൻ വന്നാൽ എന്താ സംഭവിക്കുക? അമേരിക്കയുടെ കേന്ദ്രവും ഗാസ. അപ്പോൾ അമേരിക്കയുടെ കേന്ദ്രമായി ഗാസ വരുന്നത് പശ്ചിമേഷ്യയുടെ മുഴുവൻ പ്രശ്നങ്ങളാണ്. മാത്രമല്ല, ഗാസയിലെ മനുഷ്യരോട് എങ്ങനെ ഒരു പെരുമാറും നമുക്ക് അറിയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഇസ്രായേൽ എന്ന രാജ്യം ആദ്യം ഒട്ടകത്തിന് കാലുകുത്താൻ ഇടം കൊടുത്തിട്ട് ഇപ്പോൾ വളർന്ന് അവസാനം ഗാസയും വെസ്റ്റ് ബാങ്കും കുറച്ച് സ്ഥലം മാത്രം ഇസ്രായേൽ, പലസ്തീൻ, ബാക്കിയൊക്കെ ഇസ്രായേൽ. എന്നിട്ട് ബാക്കിയുള്ളവരെ അതിലേക്ക് ഓടിക്കുക, ഗാസയിൽ ആക്രമണം നടത്തുക, അവരെയും വെസ്റ്റ് ബാങ്കിലേക്ക് വേറെ ഓടിക്കുക. വെസ്റ്റ് ബാങ്കിലേക്കൊന്നും പോകാൻ അവർക്ക് പറ്റില്ല. അപ്പോൾ ഇനി ഗാസയും കൂടെ ഇങ്ങോട്ട് പിടിച്ചാൽ ഫലസ്തീൻ എന്ന സംഗതി തന്നെ ഇല്ലാണ്ടാവും. അതിനാണ് ശ്രമം. അപ്പോൾ അത് സമ്മതിക്കില്ല എന്ന് സൗദി അറേബ്യ അടക്കമുള്ള അറബ് രാജ്യങ്ങൾ നിരന്തരമായി പറയുകയാണ്. അതിനർത്ഥം ഏത് രീതിയിലും ഇത് ഗാസ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ അറബ് രാജ്യങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും ഇത്രയധികം ഇസ്രായേൽ മുമ്പോട്ട് പോകില്ലായിരുന്നു, അമേരിക്ക പിന്താങ്ങില്ലായിരുന്നു. പക്ഷേ ബെറ്റർ ലേറ്റ് ദാൻ നെവർ നമ്മൾ പറയില്ലേ. ഇപ്പോഴെങ്കിലും അറബ് രാജ്യങ്ങൾ ഗാസയുടെ സംരക്ഷണത്തിന് തയ്യാറാവുകയാണെങ്കിൽ അത് പശ്ചിമേഷ്യയിൽ ഒരു ബാലൻസ് ഉണ്ടാക്കും. അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഏകപക്ഷീയമായ ആക്രമണം ഉണ്ടാകുക, അതുണ്ടാക്കും. മാത്രമല്ല, അങ്ങനെ വരുമ്പോൾ ഗാസയിലെ ജനങ്ങൾക്ക് ഈ തീവ്രവാദികളിൽ ഉള്ള വിശ്വാസം കുറയും. കാരണം അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ അവർക്ക് ഇസ്രായേലുമായിട്ട് തീവ്രവാദ തരത്തിൽ ഹിംസാത്മകമായി ബന്ധപ്പെടേണ്ട കാര്യമില്ല. ഗാസ ഒരു രാജ്യമാണ്, അല്ലെങ്കിൽ ഒരു ഫലസ്തീൻ ഒരു രാജ്യമാണ്. അതിന് സൗദി അറേബ്യയുടെ മറ്റുള്ള സപ്പോർട്ടുണ്ട്. അവർ സുസ്ഥിരമായൊരു സ്ഥലമാണ് എന്നുണ്ടെങ്കിൽ അവിടെ ജനങ്ങൾ ഒരിക്കലും ഇത്തരത്തിലുള്ള ഏതെങ്കിലും തീവ്രവാദി സംഘടനകളുടെ കൂടെ പോകാൻ വഴിയില്ല. അപ്പം അവർക്ക് സമാധാനപരമായൊരു ജീവിതം ഉറപ്പാക്കാൻ സൗദി അറേബ്യയ്ക്ക് കഴിയുമെങ്കിൽ അത് പശ്ചിമേഷ്യയിലെ സമാധാനത്തിന് സഹായകമായേക്കാം. സൗദി അറേബ്യയെ പോലുള്ള ഒരു രാജ്യത്തെ പിണക്കിക്കൊണ്ട് അമേരിക്കയ്ക്ക് മുമ്പോട്ട് പോകാനാവില്ല, നമുക്കറിയാം. പക്ഷേ എത്രത്തോളം കാലം അവർ നിൽക്കും, ഇതിന് മുൻകാല അനുഭവങ്ങളൊന്നും നമ്മൾ അതിനെ അനുകൂലിക്കുന്നതല്ല. കാരണം സൗകര്യം കിട്ടുമ്പോൾ തരം മാറുന്ന ആളുകളാണ് ഇവരൊക്കെ. ഒരു ഘട്ടത്തിൽ ഇതൊക്കെ ഉപേക്ഷിച്ച് പോയവരാണ്. ഇനിയും അത്തരത്തിലല്ലാതെ ആയുധപരമായല്ല സൗദി അറേബ്യ എന്ന രാജ്യം അല്ലെങ്കിൽ അതുപോലെയുള്ള രാജ്യങ്ങൾ ഇടപെട്ട് ഗാസ മനുഷ്യജീവന് സാധ്യമാകുന്ന തരത്തിലുള്ള സ്ഥലമാവുക, അവിടെ ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടാവില്ല എന്ന് ഉറപ്പാക്കുക, ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂ എന്നതാണ് ചരിത്രം ചോദിക്കുന്ന ചോദ്യം. അതിന് കഴിയട്ടെ. കാരണം അവിടെ ജീവിക്കുന്ന മനുഷ്യർ, സ്ത്രീകളും കുട്ടികളും വൃദ്ധരും അടങ്ങുന്ന രോഗികളും അടങ്ങുന്ന മനുഷ്യർ സമാധാനപരമായി ജീവിക്കട്ടെ.